നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 7ഓളം സ്വകാര്യ ബസ്സുകൾ രംഗത്തെത്തി. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സും അംബികേശ്വരി ബസ് അടക്കം 7 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് പൂർണ്ണമായും ജില്ലാ കളക്ടർക്ക് കൈമാറി മാതൃക തീർത്തത്. 2018 പ്രളയം, ഒരു കുട്ടനാട്ടുകാരന്റെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ നിന്ന് മംഗളം ദിനപത്രം ജില്ലാ ലേഖകൻ ജി ഹരികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള രാഷ്ട്രീയത്തിനെ പരിവർത്തിപ്പിച്ച, കേരള രാഷ്ട്രീയത്തിന് ദിശാമാറ്റം നേടിക്കൊടുത്ത രാഷ്ട്രീയ നേതാവായിരുന്നു PT ചാക്കോ എന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ പറഞ്ഞു. കേരള രാഷ്ട്രീയ പഠന കേന്ദ്രം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT ചാക്കോ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികളെ ഉൾപ്പെടെയാണ് തെരുവ് നായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. വാർത്തകൾ വിശദമായി. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 7ഓളം സ്വകാര്യ ബസ്സുകൾ രംഗത്തെത്തി. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സും അംബികേശ്വരി ബസ് അടക്കം 7 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് പൂർണ്ണമായും ജില്ലാ കളക്ടർക്ക് കൈമാറി മാതൃക തീർത്തത്. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 7ഓളം സ്വകാര്യ ബസ്സുകൾ രംഗത്തെത്തി. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സും അംബികേശ്വരി ബസ് അടക്കം 7 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് പൂർണ്ണമായും ജില്ലാ കളക്ടർക്ക് കൈമാറി മാതൃക തീർത്തത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 7ഓളം സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച സർവീസ് നടത്തിയത് വയനാട്ടിലെ ദുരന്തബാധിതരെ നെഞ്ചോട് ചേർക്കാനും അവർക്ക് കൈത്താങ്ങാകാനുമായിരുന്നു. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സും മറ്റൊരു ബസ്സായ അംബികേശ്വരിയുടെയും ഒരു ദിവസത്തെ ആകെ കളക്ഷനായ 93,000-ലധികം രൂപയാണ് ബസിന്റെ ദൈനംദിന ചെലവ് പോലും എടുക്കാതെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെ ഏൽപ്പിച്ച് മാതൃക തീർത്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളെ കൊണ്ടാകും വിധം സഹായിക്കാനായിട്ടാണ് മണ്ണഞ്ചേരിയിലെ ഈ 7 ബസ്സുകളും തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ സർവീസ് നടത്തിയത്. മണ്ണഞ്ചേരി ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന മെഹ്റ, അംബികേശ്വരി, മണ്ണഞ്ചേരി കഞ്ഞിപ്പാടം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇഷാൻ, മണ്ണഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള റോഷൻ, കലവൂർ റെയിൽവേ സ്റ്റേഷൻ സർവീസ് നടത്തുന്ന സുൽത്താൻ, ഡാനിഷ് എന്നീ 7 ബസ്സുകളാണ് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത് തങ്ങളെ കൊണ്ടാകും വിധമുള്ള സഹായഹസ്തം നൽകിയത്. ആലപ്പുഴ RTO AK ദിലു, മറ്റ് RTO ഉദ്യോഗസ്ഥർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, ബസ്സുടമകൾ, ജീവനക്കാർ അടക്കം ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു. ദുരന്തഭൂമിയിലെ സ്ത്രീകൾക്കായി വസ്ത്രങ്ങളും ജില്ലാ കളക്ടർക്ക് കൈമാറി. സമൂഹത്തോടുള്ള കടമയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു തരുണത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത 2 ഏജൻസികളും അങ്ങനെ അംബികയും റോഷൻ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാഫിൻ്റെ ഉൾപ്പെടെ എൻ്റെ ഓണേഴ്സിൻ്റെ ഉൾപ്പെടെ എൻ്റെ എല്ലാവരുടെയും തീർച്ചയായിട്ടും അവരുടെ ഒരു ദിവസത്തെ കളക്ഷൻ മൊത്തം ആയിട്ട് തന്നെ ഇതിനായിട്ട് നൽകിയിരിക്കുകയാണ്. 90,000 രൂപ CMDRF അടയ്ക്കുകയും ശേഷം അതോടൊപ്പം തന്നെ അമ്മയുടെ വകയായിട്ട് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ലേഡീസ് ആവശ്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ഇങ്ങനെയുള്ളൊരു കൈത്താങ്ങലും തള്ളിലേക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് ഈ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കൈത്താങ്ങായി നിൽക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനമായ ഒരു സമയമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 2 കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ വാങ്ങിക്കണം. 2018 പ്രളയം, ഒരു കുട്ടനാട്ടുകാരന്റെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ നിന്ന് മംഗളം ദിനപത്രം ജില്ലാ ലേഖകൻ ജി ഹരികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഒരു കുട്ടനാട്ടുകാരന്റെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും ഉൾക്കൊള്ളുന്ന 2018 പ്രളയം എന്ന സുരേഷ് ബാബു കാവാലം രചിച്ച പുസ്തകം പ്രകാശനം ചെയ്തു. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ നിന്നും മംഗള ദിനപത്രം ആലപ്പുഴ ജില്ലാ ലേഖകൻ ജി ഹരികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. നാം സാധാരണയായി വർത്തമാനം പറയുമ്പോൾ പൊതുവിൽ പറയുന്നതാണ് മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എന്ന പദം ഉപയോഗിക്കും. അതീതമായി എന്ന് മതത്തിൻ്റെ ആളുകൾക്കും രാഷ്ട്രീയത്തിൻ്റെ ആളുകൾക്കും പറയേണ്ടി വരുന്നത് ഇത് രണ്ടും
വിഭാഗീയമായതുകൊണ്ട്. ഇത് രണ്ടും മുഴുവൻ മനുഷ്യരെയും മുഴുവൻ പ്രകൃതിയെയും ഒരുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിൽ അതീതം എന്ന പദം ഉപയോഗിക്കേണ്ടി വരില്ലായിരുന്നു. അവർക്ക് തന്നെ അറിയാം ചില പരിമിതികൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. ഡെൽസൺ എം സ്കറിയ ചടങ്ങിൽ അധ്യക്ഷനായി. അനുജി കെ ബാസി പുസ്തക പരിചയം നടത്തി. DCC ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ നാരകത്ര, EP അനിൽ, രശ്മി രാജേഷ്, കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KG മോഹൻപിള്ള, പ്രതാപൻ നാട്ടുവെളിച്ചം, ജയൻ ചമ്പക്കുളം, രാജു പള്ളിപ്പറമ്പിൽ എന്നിവർ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. ലേഖ കാവാലം ചടങ്ങിന് സ്വാഗതവും പുസ്തക രചയിതാവ് സുരേഷ് ബാബു കാവാലം നന്ദിയും പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിനെ പരിവർത്തിപ്പിച്ച, കേരള രാഷ്ട്രീയത്തിന് ദിശാമാറ്റം നേടിക്കൊടുത്ത രാഷ്ട്രീയ നേതാവായിരുന്നു PT ചാക്കോ എന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ പറഞ്ഞു. കേരള രാഷ്ട്രീയ പഠന കേന്ദ്രം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT ചാക്കോ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിനെ പരിവർത്തിപ്പിച്ച, കേരള രാഷ്ട്രീയത്തിന് ദിശാമാറ്റം നേടിക്കൊടുത്ത രാഷ്ട്രീയ നേതാവായിരുന്നു PT ചാക്കോ എന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ പറഞ്ഞു. കേരള രാഷ്ട്രീയ പഠന കേന്ദ്രം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT ചാക്കോ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിയിൽ തള്ളപ്പെടാനുള്ള ഒരാളല്ല PT ചാക്കോ എന്നുള്ളതാണ് ഇവിടെ അസന്നിഗ്ധമായി പറയുവാൻ. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ പരിവർത്തിപ്പിച്ച, കേരള രാഷ്ട്രീയത്തിന് ദിശാമാറ്റം നേടിക്കൊടുത്ത ഒരു രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ നേതാവായി. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിനെതിരായി ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നീക്കങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങളെ ഏകോപിപ്പിക്കൽ എന്ന് പറയുന്നത് അസാധ്യമായി. ആലപ്പുഴ ചടയൻമുറി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ PJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ബേബി പാറക്കാടൻ, ME ഉത്തമക്കുറുപ്പ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികളെ ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. നഗരത്തിലെ തത്തമ്പള്ളി പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30ഓടെ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് റോഡിലൂടെ കാൽനടയായി വന്ന സ്വകാര്യ റിസോർട്ടിലെ 2 ജീവനക്കാരെയാണ് നായ ആദ്യം ആക്രമിച്ചത്. തുടർന്നാണ് കുട്ടികളെയടക്കം തെരുവുനായ ആക്രമിച്ചത്. നായയുടെ ആക്രമണം രൂക്ഷമായതോടെ പരിസരവാസി കൂടിയായ ബിബിൻ ആന്റണി എന്നയാൾ വല ഉപയോഗിച്ച് നായയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് നായയെ മയക്കിയത്. പിന്നീട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് അക്രമകാരിയായ നായയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. നായയുടെ കടിയേറ്റവർ ആദ്യം ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. എല്ലാവർക്കും കാലിനാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ചും മറ്റൊരു യുവാവിന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നഗരത്തിലാകെ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ ആമയിട ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. അമ്പലപ്പുഴ ആമയിട ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ മേഖലയിൽ ആ തരത്തിലെല്ലാം കൂടെ കൂടുതൽ ചെയ്യുന്നത്, അതിലെല്ലാം നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നു എന്നുള്ളതും ഒരു കാരണമാണ്. ഏതാവശ്യം ആ നിലയിൽ പറഞ്ഞാലും അത് നമ്മുടെ ഒരു നാടിന് വേണ്ടി അത് കൃത്യമായി നിർവഹിക്കാൻ ഒരു താല്പര്യം പ്രത്യേകമായി ശ്രീജിത്ത് കാണിക്കാറുണ്ട്. അതിനെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ, ആമയുടെ സ്കൂളിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ബാഗും കുടയും വിതരണം ചെയ്യാൻ വേണ്ടിയുള്ളൊരു പദ്ധതി അവർ അംഗീകരിച്ച് നമുക്കിപ്പോൾ നടപ്പാക്കാൻ കഴിയുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീലേഖ, അംഗങ്ങളായ അജീഷ് N. സുനിത, CU ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് VM ലിസി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും.
ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 7ഓളം സ്വകാര്യ ബസ്സുകൾ രംഗത്തെത്തി. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സും അംബികേശ്വരി ബസ് അടക്കം 7 ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് പൂർണ്ണമായും ജില്ലാ കളക്ടർക്ക് കൈമാറി മാതൃക തീർത്തത്. 2018 പ്രളയം ഒരു കുട്ടനാട്ടുകാരന്റെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കിയിൽ നിന്ന് മംഗളം ദിനപത്രം ജില്ലാ ലേഖകൻ ജി ഹരികൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള രാഷ്ട്രീയത്തിനെ പരിവർത്തിപ്പിച്ച, കേരള രാഷ്ട്രീയത്തിന് ദിശാമാറ്റം നേടിക്കൊടുത്ത രാഷ്ട്രീയ നേതാവായിരുന്നു PT ചാക്കോ എന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ പറഞ്ഞു. കേരള രാഷ്ട്രീയ പഠന കേന്ദ്രം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PT ചാക്കോ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12ഓളം പേർക്ക് കടിയേറ്റു. സൺഡേ സ്കൂളിലേക്ക് പോയ കുട്ടികളെ ഉൾപ്പെടെയാണ് തെരുവ് നായ കടിച്ചത്. ആലപ്പുഴ തത്തമ്പള്ളിയിലായിരുന്നു സംഭവം. അമ്പലപ്പുഴ ആമയുടെ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുടയും ബാഗും നൽകി സ്വകാര്യ കമ്പനി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.